പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സെമി ടെസർ സാരി ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. വളരെ സോഫ്റ്റാണിത്. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. എല്ലാവരും ആദ്യം ചോദിക്കും, ട്രാൻസ്പെറൻ്റ് ആണോ, അതുപോലെ പറന്ന് നിൽക്കുന്നതാണോ? ഇതൊന്നുമല്ല, ഒതുങ്ങിക്കിടക്കും. പ്ലീറ്റ്സ് കിടക്കുമ്പോൾ തന്നെ അറിയാലോ. ഇതൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനത്തെ സാരികൾ കാണുമ്പോൾ. അതുപോലെ ഇതിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളാട്ടോ. അത് ആ എംബ്രോയ്ഡറി വർക്കിന് ഒരു ഭംഗിയുണ്ട്. ഒരു വൈറ്റ് ചെറിയ ഡോട്ട്സ് ആയിട്ട് വന്ന് അങ്ങനെയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് സൈഡ് ഫുള്ള് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ സ്കാലപ്പ് വർക്കിലൂടെ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് സ്മോളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പിന്നെ ഈ പല്ലുവിൽ വരുന്ന ഒരു ഇതെന്നാന്ന് വെച്ചാൽ ഒരു കട്ട് വർക്ക്, ഒരു ഈ ഷേപ്പിൽ തന്നെ ഒരു കട്ട് വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ബോർഡറിൽ ഈ സ്കാലപ്പ് വർക്ക് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇത്രയായി ഈ സാരിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, അത് ഓരോന്നായിട്ട് കാണാം. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ. ഇപ്പോൾ ഏത് കളറാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ കളറിൽ തന്നെയുള്ള ഡിസൈനും ഒരു വൈറ്റും കൂടിയാണ്. അത്രയാണ് ആ എംബ്രോയ്ഡറി വർക്കിൽ വരുന്നത്. പക്ഷേ അത് ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പല്ലുവാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. കട്ട് വർക്ക് ചെയ്തിരിക്കുന്നു പല്ലുവിൽ. അവിടെയുള്ള ആ ഫ്ലവേഴ്സ് സ്വല്പം വലുതായിട്ടും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് വരിക. പിന്നെ സൈഡ് ഫുള്ള് സ്കാലപ്പ് വർക്ക് മാത്രമല്ല, അതിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, ഇതിങ്ങനെ ഒരു ഭാഗമുണ്ട് സാരിക്ക്. എന്നാന്ന് വെച്ചാൽ ഈ കട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു ഇതുണ്ടെന്ന്. ആർക്കും അതൊരു ഡൗട്ടായിട്ട് വരലേന്ന് ഓർത്തോണ്ടാണ്. കാരണം വരുന്നുണ്ട്. അത് കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ്. സാരിയുടെ ആ ഭാഗത്തൊരു കട്ടിങ് പോലെ വരുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഭാഗങ്ങളൊന്നും അല്ല എങ്കിലും ഞാനത് എപ്പോഴും പറയും. അത് ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പ്ലെയിനുമാണ്. ഇങ്ങനെയാണ് സാരി ഓൾ ഓവർ വരിക. റേറ്റ് വരുന്നത് 1509. ഇനി സാരി 1 ലെയർ ആയിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്, ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ. കാരണം ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു, സൈഡിൽ സ്കാലപ്പ് വർക്ക്. ഇതാണ് ഈ സാരിയുടെ പ്രത്യേകതകൾ. ഇതുണ്ടോ, അങ്ങനെ ചുളുങ്ങുന്ന സാരിയൊന്നുമല്ല. നമുക്കിത് കാണുമ്പോൾ അറിയാലോ, വളരെ സോഫ്റ്റായിട്ട് തന്നെ കിടന്നോളും. പറന്ന് നിൽക്കുകയൊന്നുമില്ല, ഒതുങ്ങിക്കിടക്കും. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഷാമ്പു വാഷ് ചെയ്യണമെന്നൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല ഈ മെറ്റീരിയലിന്. അത് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇച്ചിരി റഫ് യൂസ് ചെയ്യണമെന്ന് വെച്ചാലും ചെയ്യാൻ പറ്റും. അതുപോലെ അത്യാവശ്യം ഒരു കല്യാണങ്ങൾക്കൊക്കെ നല്ലതുമായിരിക്കും. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെ തന്നെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. റേറ്റ് വരുന്നത് 1509. ഞാൻ ഈ പീച്ച് ഷെയ്ഡ് എടുക്കുമ്പോൾ എപ്പോഴും പറയും, ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമാണെന്ന്. സത്യം തന്നെയാണ് കേട്ടോ അത്. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞവർക്കായാലും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു പ്രത്യേക ഒരു പ്രകാശം തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസവും. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലു എല്ലാം ഇങ്ങനെ തന്നെ ഒരു ഡിസൈൻ കട്ട് വർക്കായിട്ട് വന്നിരിക്കുന്നു. പിന്നെ സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. ആ സ്കാലപ്പ് വർക്ക് ഫുള്ളായിട്ടും ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ട് എംബ്രോയ്ഡറിയാണ് കേട്ടോ ആ സ്കാലപ്പ് വർക്കിൽ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക്. അത് പക്ഷേ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഇതായത് കാരണം നമ്മൾ ആ സാരി ഉടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുമ്പോൾ തന്നെ നോക്കിക്കേ, അത് കാണുമ്പോൾ തന്നെ ഇല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി. പിന്നെ എല്ലാം കളർ മാത്രമേ മാറ്റുള്ളൂ, ഡിസൈൻ എല്ലാം സെയിം. ഇതൊരു പിങ്ക് ഷെയ്ഡാട്ടോ, ലൈറ്റ് പിങ്ക്. ഇതിൻ്റെ ഡാർക്കും ഉണ്ട്, അത് ഞാൻ കൊണ്ടുവരാം, കാണിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ. ഇത് ലൈറ്റ് പിങ്കാണ്. ഡിസൈൻ എല്ലാം സെയിം, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പല്ലു ഇങ്ങനെ വരും. നമുക്കിത് 1 ലെയർ ആയിട്ടൊന്നും ഇടുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അതുപോലെ അങ്ങനെ പറന്ന് നിൽക്കുന്ന ഐറ്റം അല്ലാത്ത കാരണം 1 ലെയർ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ വരികയും ചെയ്യും. ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് ഫുള്ളായിട്ടും ചെറിയ എംബ്രോയ്ഡറി വർക്കുണ്ട്. ആ ചെറുത് തന്നെ വരുമ്പോഴാണ് ഭംഗി. എന്നാന്ന് വെച്ചാൽ ഈ സ്കാലപ്പ് വർക്കിൽ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് ഹാഫായിട്ടും വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പല്ലു ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഉണ്ടോ, പല്ലുവിൽ കട്ട് വർക്ക് വന്നിരിക്കുന്നു.
അതുപോലെ ആ വലിയൊരു ഫ്ലവറായിട്ട് കളറിൽ മാത്രം മാറ്റമുള്ളൂ, വേറെ യാതൊരു മാറ്റവും ഇല്ല. എങ്കിലും ഞാൻ അത് ഓരോന്ന് വിടർത്തി കാണിക്കുന്നതാണ്, കാരണം എന്തെങ്കിലും ഒരു ഡൗട്ട് ഇതിൽ നിന്നുണ്ടാവരുത് എന്ന് കരുതി. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ കട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇത് ആ കൈ കിട്ടിക്കഴിയുമ്പോൾ ചിലർ ഒരു ഫോൺ കോൾ ഉണ്ട്, നമ്മൾ തന്നെ പേടിച്ചു പോകും. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയണത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ എന്ന്. പക്ഷേ അത് വരും. അതെന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇങ്ങനെയാണ് ഈ കട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം ഇതിൽ വരും, ഈ തേര് ഇങ്ങനെയേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കാരണം എനിക്ക് ആ ഫോൺ കോൾ വരുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ്. കാരണം പിന്നെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് കാണിക്കുന്ന. ആകപ്പാടെ ആ ഒരു പ്രോബ്ലം ഈ കട്ട് വർക്കിന് എപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ചില മെറ്റീരിയൽ അത് ഒത്തിരി അറിയാനില്ല, ചില മെറ്റീരിയൽ അത് അറിയാനുമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഉടുക്കുമ്പോൾ നമുക്ക് കാണാതെ നമുക്കത് ചെയ്യുകയും ചെയ്യാം. എങ്കിലും ഞാനത് വീണ്ടും ഞാനത് പറയും. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഈ കട്ട് വർക്കിൻ്റെ സാരീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ എനിക്കതൊരു പോരായ്മയെ തോന്നാറുണ്ട്, പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടും വരുന്നത്. പിന്നെ ഇത് ഫുൾ ഇങ്ങനെയാണ് വരിക, വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ടീൽ ബ്ലൂ ആണ് കേട്ടോ. ടീൽ ബ്ലൂവിൽ ആ വൈറ്റ് വന്നപ്പോൾ കൂടുതൽ നമുക്കത് എടുത്തറിയാൻ പറ്റുന്നില്ലേ. മറ്റൊക്കെ ഒരു ഇച്ചിരി പേസ്റ്റ് ഷെയ്ഡ്സ് ആയത് കാരണം ഈ ഫോട്ടോയിൽ ഒത്തിരി ആ വൈറ്റ് എടുത്തറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഭംഗിയാണ് പേസ്റ്റൽ ഷെയ്ഡ്സിനും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ വർക്ക് വരുന്നത്. പല്ലു ഇങ്ങനെയും വരുന്നു. സൈഡ് ഫുള്ള് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. സ്കാലപ്പ് വർക്കിൽ ആ എംബ്രോയ്ഡറി വർക്ക് വൈറ്റ് വന്നിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് വൈറ്റ്, അതുപോലെ ഹാഫായിട്ട് ആ സ്കാലപ്പ് വർക്ക് കണ്ടോ ത്രെഡ് വന്നിരിക്കുന്നു. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിന്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി കേട്ടോ. ഇത് വിടർത്തി കാണിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്നുകൂടെ കാണിച്ചതാണ്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെ വരുന്നു പല്ലു. ഡിസൈൻ എല്ലാം സെയിം, കളറിൽ മാത്രം മാറ്റമുള്ളൂ. അധികവും പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഈ കൂടെ വന്നിരിക്കുന്നതെല്ലാം. പിന്നെ ഈ റേറ്റിൽ 1509 നല്ലൊരു സാരി, നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടല്ല, സെമി ടെസറിലാണ്. പിന്നെ ഒന്ന് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്, പറന്ന് നിൽക്കുന്ന ഒന്നല്ല, ഒട്ടിക്കിടക്കുകയില്ല. ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാം. 1 ലെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും എളുപ്പമാണ്. ഇത്രയും എനിക്ക് ഈ സാരിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബോഡി പാർട്ടിൽ ഹാഫായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ സ്കാലപ്പ് വർക്കും വരുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.